ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് തേൻ വെച്ചിട്ടുള്ളൊരു ഫേഷ്യലാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. അപ്പം ഈ ഒരു ഫേഷ്യൽ നമ്മൾ 3 സ്റ്റെപ്പായിട്ടാണ് ചെയ്യണത്. സാധാരണ ഫേഷ്യൽ നമ്മൾ ചെയ്യുമ്പം ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കൊടുക്കാറുണ്ട്. എന്നുവെച്ചാൽ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാറുള്ളത്. പക്ഷേ നമ്മൾ ഈ ഫേഷ്യൽ ചെയ്യുമ്പം അതിൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് വാഷ് ചെയ്യാതെ തന്നെ അതിൻ്റെ പുറത്ത് തന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പും അത് കഴിഞ്ഞിട്ട് 3 സ്റ്റെപ്പ് നമുക്ക് അതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ഫേഷ്യൽ നമ്മുടെ ഫേസിൽ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഡിസ്കളറേഷൻ, പിഗ്മെൻറ്റേഷൻ, സൺ ടാൻ, അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് ഉണ്ടായിട്ടുള്ള കറുത്ത പാടുകൾ, കറുത്ത കുത്തുകൾ, അതൊക്കെ ഒന്ന് ലൈറ്റൻ ആവാനും നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റൻ ആവാനും നല്ല നിറം വയ്ക്കാനും നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടാനും നല്ല സ്മൂത്ത് ആയിട്ടിരിക്കാനും സഹായിക്കണ ഒരു സിമ്പിൾ തേൻ വെച്ചിട്ടൊരു ഫേഷ്യലാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോണത്. പിന്നെ ഈ ഒരു ഫേഷ്യൽ ചെയ്യുമ്പം നല്ല സമയം പോവുക, നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും ഈ ഒരു ഫേഷ്യൽ നമ്മൾ ചെയ്യുമ്പം. ഇപ്പോൾ ഹോസ്റ്റലേഴ്സിനാണെങ്കിലും സുഖമായിട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു ഫേഷ്യൽ. അത്രയും കുറേ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല, കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അവർക്കും പെട്ടെന്ന് തന്നെ സമയം ലാഭിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റൂട്ടോ ഇത്. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു 3-4 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഒരു ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ വീട്ടിലേക്ക് കിടക്കണ മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കുഞ്ഞു ബെല്ലൊക്കെ എനേബിൾ ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടന്നാലോ. അപ്പോൾ ഈ ഫേഷ്യലിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മസാജിങ് ആണ്. അതിനായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തേൻ തന്നെയാണ്. അപ്പോൾ കുറച്ച് തേൻ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത്ര തേൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ 2 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഫേസ് മസാജ് ചെയ്ത് കൊടുക്കണേ. ഇതിൻ്റെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് പറയുന്നത് ഗ്ലിസറിനാണ്. അതും നമുക്ക് കുറച്ചെണ്ണം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മുഖത്തെ കറുത്ത പാടുകൾ, കറുത്ത കുത്തുകൾ, പിഗ്മെൻറ്റേഷൻ, സൺ ടാൻ, ഇതൊക്കെ മാറ്റിയിട്ട് നമ്മുടെ മുഖം നല്ലപോലെ നിറമിപ്പിക്കാനും നല്ല ബ്രൈറ്റ് ആക്കിയിരിക്കാനും നല്ല സ്മൂത്ത് ആക്കാനും നല്ലതാട്ടോ. ഗ്ലിസറിനും അതുപോലെ തന്നെ നമ്മുടെ പോർസൊക്കെ നല്ല ടൈറ്റൻ ആക്കാനും നമ്മുടെ ഫേസ് നല്ല ലൈറ്റൻ ആക്കാനും ബ്രൈറ്റൻ ആക്കാനും നമ്മുടെ ഫേസിലെ അഴുക്ക് ഇതൊക്കെ കളയാനും ഇത് നല്ലതാട്ടോ. പിന്നെ സ്കിൻ നല്ല മോയ്സ്ചറാക്കി വെക്കാനും ഈ 2 ഇൻഗ്രീഡിയൻറ്റും നല്ലതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസ് ഒന്ന് ഇത് വെച്ച് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ സർക്കുലർ മോഷനിൽ വേണ്ടത് മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കുമ്പം മേളിലേക്ക് വേണ്ടിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ താഴേക്ക് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ഇങ്ങനെ തൂങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അപ്പം മേളിലേക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കാൻ നോക്കിട്ടോ. ഇതിൻ്റെ ഫേസിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ, അതുവഴി നമ്മൾ ഇടുന്ന പാക്കിൻ്റെ റിസൾട്ട് കൂടാനും നല്ലതാട്ടോ. അപ്പോൾ ഒരു 2 മിനിറ്റ് വരെ നമുക്ക് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് കണ്ണിൻ്റെ അടിയിൽ യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ കണ്ണിൻ്റെ അടിയിലത്തെ കറുത്തപ്പാട് പോകാൻ നല്ലതാട്ടോ. ഇത് നമുക്ക് കണ്ണിൻ്റെ അടിയിൽ യൂസ് ചെയ്യാം. നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ കറുത്തപ്പാട് പോകാനും ഇതിങ്ങനെ യൂസ് ചെയ്യേണ്ടത് നല്ലതാട്ടോ. ഇപ്പം ഞാൻ ഫേസിൽ 2 മിനിറ്റ് വരെ നല്ലോണം മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതൊരു സ്ക്രബിങ് ആണ്. നമ്മളിത് വാഷ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല, ഇതിന് മുകളിൽ തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ പഞ്ചസാര ഞാൻ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേനാട്ടോ. അതും കുറച്ച് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തുണ്ട് ആവശ്യത്തിന്. ഇത് രണ്ടൊന്നും ഇതിനകത്ത് വെച്ച് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്ക്രബ് ചെയ്തെടുക്കുമ്പോൾ ചെറിയ തരിയുള്ള പഞ്ചസാര വേണ്ട എടുക്കാൻ. പിന്നെ നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഫേസിൽ പിമ്പിൾ ഉണ്ടെങ്കിൽ ആ ഭാഗം അവോയ്ഡ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നമ്മളവിടെ ചെയ്യുമ്പോൾ ആ പിമ്പിൾ പൊട്ടിയിട്ട് അത് പടരാനും ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ചുണ്ടിൻ്റെ ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ നമ്മുടെ മൂക്കിൻ്റെ ഈ 2 സൈഡും നല്ലോണം സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ കൂടുതൽ നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കാണാം. അപ്പോൾ അത് പോകാനും നല്ലതാട്ടോ. പിന്നെ നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ അധികം ഹാർഡാക്കി സ്ക്രബ് ചെയ്യരുത്. സോഫ്റ്റ് ആയിട്ട് തന്നെ വേണ്ട സ്ക്രബ് ചെയ്യാൻ. ഇല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഡാമേജ് ഉണ്ടാവാനും സ്കിന്നിൽ റെഡ്നെസ് വരാനും ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് നമുക്കൊരു 3-4 മിനിറ്റ് വരെ തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സോഫ്റ്റ് ആയിട്ട് തന്നെ സ്ക്രബ് ചെയ്യാൻ നോക്കാം കേട്ടോ.
ഇനി അപ്പം നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കാം കേട്ടോ. ഇപ്പം തന്നെ എൻ്റെ ഫേസ് ചെറിയൊരു ബ്രൈറ്റൻ ആയിട്ടുണ്ട്, അതുപോലെ നല്ലൊരു ഗ്ലോയും എൻ്റെ ഫേസിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് പയറുപൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച പയറുപൊടി കേട്ടോ. ഇനി ഇതിനകത്തേക്ക് അടുത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കടലമാവാണ്. അത് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. വീട്ടിൽ പൊടിച്ചാണ് ഈ കടലമാവ്, ഞാൻ വീട്ടിൽ തന്നെ കേട്ടോ പൊടിച്ചത്. തേനും കൂടി വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് യൂസ് ചെയ്തിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ടാണ് ഞാനിതിപ്പം വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് നമുക്ക് വെള്ളം ചേർത്ത് അല്ലെങ്കിൽ പൊട്ടാറ്റോയുടെ നീര് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് വെള്ളം ചേർത്തിട്ടാട്ടോ മിക്സ് ചെയ്തെടുത്തത്. ഓയിലി സ്കിൻ നല്ലത്, ഡ്രൈ സ്കിൻ ഉള്ളവർ പാല് വെച്ച് മിക്സ് ചെയ്യേണ്ടതായിരിക്കും കേട്ടോ, അവരുടെ സ്കിന്നിന് അത് നല്ലത്. ഇനി നമുക്കത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കറക്റ്റായോ? ഇനി ഇതിൻ്റെ പുറത്ത് നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയോണ്ടാട്ടോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം. ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യണ എല്ലാ വീഡിയോസും ഞാൻ ആദ്യം ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയാൽ മാത്രമാണ് ഞാൻ നിങ്ങൾക്കത് ഷെയർ ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്കത് വിശ്വാസമായിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ ഫേസിൽ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പം ഇത് ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് തരാം കേട്ടോ. ഇപ്പം ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു ഫേഷ്യൽ ചെയ്യണം മുമ്പും ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഡിഫറൻസ് എത്രത്തോളം ഉണ്ടെന്ന്. എൻ്റെ ഫേസ് നല്ലപോലെ ഡള്ളായിട്ട് നല്ല പിഗ്മെൻറ്റേഷൻ നല്ല സൺടാൻ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ മാറിയിട്ട് എൻ്റെ ഫേസ് നല്ലപോലെ ബ്രൈറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഏത് ഫേഷ്യൽ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കണ്ടുവെന്ന് വരില്ല. അടുത്ത ദിവസം ആകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് നമ്മുടെ ഫേസിൽ എത്രത്തോളം ഇത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, ആ ഒരു ബ്രൈറ്റ്നസ്സും ആ ഒരു ഗ്ലോയും ആ ഒരു സ്മൂത്തും സോഫ്റ്റും ഒക്കെ നമുക്ക് പിറ്റേ ദിവസമാണ് നമുക്ക് ഈ ഒരു ഫേഷ്യലിൻ്റെ റിസൾട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇതും. നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തിട്ട് അടുത്ത ഒരു ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് നമ്മുടെ ഫേസിൽ ആ ഒരു ചേഞ്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ഈ ഒരു ഫേഷ്യൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിട്ടോ. എന്ന് വെച്ചാൽ അത്രയ്ക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടല്ലോ. നമ്മുടെ വീട്ടിൽ തന്നെ എപ്പോഴും കാണുന്ന ഒരു 3-4 ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് നമ്മൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താ കിട്ടണമെന്ന് വെച്ചാൽ അതിന് കമൻറ്റിലൊന്ന് അറിയിക്കണേ. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമല്ലോ. ടാറ്റാ.